രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരും വെട്ടുബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മുലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കുപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കൊണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനര വീരരെ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചൊന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊണ്ടേ വരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകമനമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനം. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമാമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരു പോലെ യാതുതാന വലിയൊരു രഘുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മിഥുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനര വീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. മർക്കട നായകന്മാരോടരുൾ ചെയ്തിട കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയൂ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പരുമാളല്ലയോ ദശഗന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ. മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ. സത്യാവ്രതന്മേലിൽ നന്നായി വരുമവൻ. നിജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതോ തന്മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കയും. പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവനാരെയുമില്ല കൃപയും ഒരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും. അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാബല മെന്നിയെ വാനരവീരരും.
രാക്ഷസരോട് എതിർത്താരതു കണ്ടേറ്റ മുക്കോടടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണും പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപാവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടെന്നെറിഞ്ഞാൻ കപിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും അതാ വിട്ടിനാൻ വാനര നായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റുന്നു കാലപുരം പുക്കുമേവിനാൻ തേരിലേറി കൊണ്ടെടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും വെടികളോടാശാരാധീക്ഷനും കോർമദത്തോടു മടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയൽ രാമനു മൈന്ദ്രാസ്ത്രാമെയ്തു തൊടുത്തിതു താമസാസ്ത്രത്വത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായി ദശു കവികളും വാരണാസുകര കുക്കുട ക്രോഷ്ടോക സാരമേയോരകസൈരിഭാവായ സ വാനര സിംഹരുരുവൃഗ കാഗൃത് ദ്രാനമായി വരും ആസുരാസ്ത്രാത്മകം മുഗ്ഗരപ്പട്ട സശക്തി പരശ്വത ഗഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതോ കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യ നഗ്നി എന്ന തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പൊയ്മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്തൽപേതരായുധം കാണായി അന്തികയും ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗരാസ്ത്രമെയ്താൻ ദശാനനേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാഖണ്ഡല വൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മുറിഞ്ഞി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൻപൊക്കു ബാണങ്ങൾ എയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്താമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും വേൽകൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പാറിപ്പറന്നിതാർക്കും കവികൾക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരു ചെയ്തിരാതരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊഴുവിൻ വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊಳ್വിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടി നടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതും രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകി ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താജലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ
ആയുധനെ ദശകണ്ഠനെ കൊൽവനൊരായുധാപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോരക ചാരണ താപസാരേവരും കണ്ടറിയണം മമാഫലം. ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങൾ ഇതു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹമു കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിച്ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതും നേരം ഞാണലി കൊണ്ടു മുഴങ്ങി തത്ര ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാദി മുഴുത്തു രഘുകുല നായകൻ. താരേയതാതനോടേവാമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമാഭൂതലെ വാഴ്കയിൽ നല്ലതെനിക്കിനെ ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും. വിൽപിടിയും മുറുകുന്നിതിലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോഴുണരും അവരജൻ എന്നുണർത്തിച്ച നിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നേ കണക്കെ വിശല്യകരണിയാകുന്നവരും നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. ലസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. എന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനു മുന്നോ തിരു മനസ്സിങ്കലുണ്ടാകണം സത്യം. തപോധനന്മാരോടും ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊൽക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. വാരിൽ നിന്നിക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരാമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടെ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു. തേരിതിലാശോകരേറുക പോരിനായി മാരുത തുല്യവേദീന നടത്തുവാൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലാമാറു കരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വെണ്ണിലാമാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസാമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡ അസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധോ കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടുന്നാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപ്പുരത്തിനയപ്പനിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തട പറഞ്ഞോർക്കുടൻ വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിയിലൊഴിച്ചു നിന്നിടിനാൻ. അന്നേരം ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിയിടിനാൻ. എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനത്ര ദുർബലനാകയോ? കൂടലാരോടെതിർത്താൽ ഞാനൊരുത്തനോടോടി ഒളിച്ചവരാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതൻ എനിക്കിനി രാമനോ നിയതി ബാന്ധവൻ എന്നറിഞ്ഞേനഹം. ഇത്തം
ഇത്തം നിശാചരാധീശൻ പറഞ്ഞതീനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമൽ സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റം പുരുതു നിൽക്കുന്ന നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹാമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയ ജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞതാ രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനെയൊന്നു കൊണ്ടുമെടു. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു ഗുരുതളവങ്ങു നിന്നും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞീൽ അഗസ്ത്യൻ തഥാ. രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദാമി എന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കുമായുസ്സു സൽകീർത്തി വർദ്ധനം. നിത്യമാദിത്യ ഹൃദയമം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യഗായക്ഷരാക്ഷോപുത. കിംപുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും. നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും ദക്ഷോവരനും വരുണനും വായുവും ദക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും രാഗസമൂഹവും വാരമാസർത്തു സംവത്സര ഗൽപാദ്യകാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണദൻ ലോക ശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകവിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ചുമാനുഷ്ണാകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോധനൻ പരൻ ഗദ്യോധനുദ്യോതദ്വയൻ വിദ്യാ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനാമണി പുണ്ടരീക പ്രബോധപ്രദനദ്യമം ദ്വാദശാത്മാ പരമാത്മാ പരാപരാനാദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശൻ കേവലാത്മാവെന്ദു നാഥാത്മകൻ നാരദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാനവിനാശകൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമീ ദേവനേ. ആദിത്യഹൃദയം. സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ. അന്ധകാരാന്തകായ നമോ നമ. ചിന്താമണി ധിരാനന്ദായ ദേ നമ.
നിഹാരനാശകരായ നമോ നമ. മോഹാവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ. സ്ഥാവര ജംഗമാചാര്യായ ദേ നമോ. ദേവായ വിശ്വേക സാക്ഷിനേ ദേ നമ. സത്വപ്രധാനായ തത്വായ ദേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. യുദ്ധമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവിനൻ. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ നടത്തിയിടു നീ. മാതലി തേരതി വേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലാതെ ശാസ്യനും മൂടി പൊടി കൊണ്ടു ദിക്കൂമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുദാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയും ഏറെ എയ്തേടിനാൻ. ശൂലം മുസലഗതാദികളും നിൽക്കുമേലെ കുഴിച്ചിതു രാക്ഷസരാജനും. സായഗജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞു മകനും വലം വെച്ചുമേറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യ കൗശലവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലി വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പാരമായി. പാദോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുതിയോടെന്നതിർക്കിലും അമ്പരത്തോടെ എതിർത്തിയിടിലും. രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരം. അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും. പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തലവത്തിനും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാം മാരീജൻ എന്നിവരാദിയം. ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തിന്നതേതു നിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മതി. ഉണ്ടായത് ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടിലുപായവുമേതോ മുനീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും കുഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു ഗുരുദോരനന്തരം. മാതലി താനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നമഗസ്ത്യ തബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭു. വൈദാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനിക്കൊന്ന് കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചവസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു. വാരിധിയിൽ കുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും. എന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ. കൽപ്പക വൃക്ഷപൂത്തു മലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരെ വരും. അർക്കകുലോദ്ഭവൻ മൂർധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ യുദിച്ചാനതു നേരം.
മന്ദമായി വിശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോ ഓടിയകം പുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരെ. അർക്കജൻ മാരുതി നീലാംഗദാദിയാമർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. രാവണഗാത്രദഹനം. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരീകത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന. വീരമഹാശയനോജിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു. ദൈവത്തിനതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോത്തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതും അടിയവനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും. വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു. മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർപ്പൂരാധീശ്വരനറ്റിതു പാപങ്ങൾ ഭൈരവും ആ മരണാന്താമെന്നാകും നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരി ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രാദികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം കുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും.